ഹായ് ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റോസ്മേരി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ജിമ്മിൻ്റെ ആവശ്യമില്ലാതെ ഒരു മെഷീൻസിൻ്റെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 7 minutes ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണ്. അപ്പോൾ നമ്മുടെ മറ്റേത് എക്സസൈസ് പോലെയും ഈ 7 minutes വർക്കൗട്ടിൽ ആദ്യത്തെ 2 minute നമ്മുടെ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യാനുള്ള എക്സസൈസാണ്. പിന്നെ 5 എക്സസൈസാണുള്ളത്. അതാണ് സർക്യൂട്ട് 1. ഈ 5 എക്സസൈസുകൾ നിങ്ങൾ ഓരോ മിനിറ്റിൽ ഓരോ എക്സസൈസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഓരോ എക്സസൈസുകളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും 45 seconds നിങ്ങൾ എക്സസൈസ് ചെയ്യും, 15 seconds നിങ്ങൾക്ക് ഓഫ് ടൈമാണ്. നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കാം, ഒരു ചെറിയ കുഞ്ഞു ബ്രേക്ക്. അതിനിട്ട് വീണ്ടും 45 seconds അടുത്ത എക്സസൈസ്, 15 seconds ബ്രേക്ക്. ഇതുപോലെ നിങ്ങൾക്ക് 7 minutes ഈ എക്സസൈസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 7 minutes കൂടുതൽ എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്, അല്ലെങ്കിൽ 30 minutes ഒക്കെ ചെയ്യാൻ ടൈം ഉണ്ടെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് 1 തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ സർക്യൂട്ട് കഴിഞ്ഞ് അത് അടുത്ത സർക്യൂട്ടിലോട്ട് പോകുന്നതിന് മുന്നേ 1 minute ബ്രേക്ക് എടുക്കാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ തടി കുറയ്ക്കണമെന്നായിരിക്കും, ജസ്റ്റ് ഫിറ്റ്നസ് ട്രാക്കിൽ കയറണമെന്നായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ബോഡി ഫ്ലെക്സിബിൾ ആക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എയിം വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ എക്സസൈസിലോട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലേ പറഞ്ഞേക്കാം, ജസ്റ്റ് ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ തടി കുറയത്തില്ല. നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ഒരു പ്രോപ്പറായിട്ട് ഒരു ഹെൽത്തി ഡയറ്റും ഫോളോ ചെയ്യണം. അത് ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് തടി കുറയില്ല എന്നല്ല, നിങ്ങൾ വേറെ ഏത് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം തടി കുറയില്ല. ഈ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 20% എക്സസൈസ് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 30% എക്സസൈസ് ഉള്ളൂ. ബാക്കി 70% അല്ലെങ്കിൽ 80% കംപ്ലീറ്റ്ലി ന്യൂട്രീഷൻ ആയിരിക്കും. നിങ്ങൾ ആര് തടി കുറച്ചവരാണെങ്കിലും ആര് ബോഡി ബിൽഡ് ചെയ്തവരാണെങ്കിലും ആരോട് വേണമെങ്കിലും ചോദിച്ചോ, ഒരു മാജിക്കും ഇല്ല. ന്യൂട്രീഷനാണ് മെയിൻ, എക്സസൈസൊക്കെ ജസ്റ്റ് ആഡ് ഓൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ന്യൂട്രീഷനൊക്കെ പ്രോപ്പറായിട്ട് ഈ എക്സസൈസ് ഓരോ ദിവസം ഒരു 7 minute വെച്ച് ചെയ്യുകയാണെങ്കിൽ 7 minute ഒക്കെ ധാരാളം നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സസൈസിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 7 minutes വർക്കൗട്ടിൽ ആദ്യത്തെ 2 minute കൈൻഡ് ഓഫ് ബോഡി വാമപ്പ് ചെയ്യാനുള്ള എക്സസൈസാണ്. അതിൽ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ജമ്പിങ് ജാക്സ് ആണ്. ഞാൻ 45 seconds ടൈമർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളാം, നിങ്ങളുടെ ഫുൾ എനർജി എക്സസൈസിലോട്ട് ഇടുക. ജസ്റ്റ് 7 minutes ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരണ്ടേ. ആർക്കെങ്കിലും എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ലോങ് ഹാർഡ് വർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിക്കോളൂ. ഞാൻ 45 seconds ടൈമർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വാമപ്പ് എക്സസൈസ് ജമ്പിങ് ജാക്സ്. നമ്മുടെ ആദ്യത്തെ എക്സസൈസ് കഴിഞ്ഞു. ഇനി ഒരു 15 seconds ബ്രേക്ക് എടുത്തിട്ട് അടുത്ത എക്സസൈസ് നല്ല എളുപ്പമുള്ളതാണ്. ജസ്റ്റ് ബോഡി നമ്മൾ ചാടിയ ഓടിയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഹാൻഡ്സ് മേളിലോട്ട് പോക്കിയിട്ട് താഴോട്ട് നോക്കിയിട്ട് ഒരു കൈൻഡ് ഓഫ് സ്ട്രെച്ച്. ഞാൻ അടുത്ത 45 seconds ടൈമർ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ബിഗിനർക്കൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. ഇതിൽ ഈസി ആയിട്ട് എക്സസൈസ് ചെയ്യാമെന്ന് തോന്നുന്നു. നമ്മുടെ രണ്ടാമത്തെ എക്സസൈസും കഴിഞ്ഞു. ഇനി നമ്മൾ സർക്യൂട്ട് 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ആദ്യത്തെ സർക്യൂട്ടിലെ ഫസ്റ്റ് എക്സസൈസ് ആണ്. ആദ്യത്തെ സർക്യൂട്ടിലെ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് 3 എക്സസൈസ് ആണ്. അതായത് ബർപ്പീസ് വിത്ത് പുഷപ്സ്, ലഞ്ച് ആൻഡ് സ്ക്വാട്ട്.
അത് തുടക്കക്കാർക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ മാക്സിമം എഫേർട്ടിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലഞ്ച് ആൻഡ് ലഞ്ച്, പിന്നെ ഒരു സ്ക്വാട്ട്, വീണ്ടും ബർപ്പീസ് ടു പുഷപ്സ്, ലഞ്ച് ആൻഡ് ലഞ്ച്, സ്ക്വാട്ട്. ബർപ്പീസ് പൊതുവെ ആർക്കും ഇഷ്ടമില്ലാത്ത എക്സസൈസാണ്. അത് ചെയ്യാൻ കുറച്ച് കൂടുതൽ എനർജി വേണം, അതുകൊണ്ടായിരിക്കണം. എങ്കിലും ചില ദിവസമൊന്നും ബർപ്പീസ് ഇഷ്ടമല്ല. നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത 45 സെക്കൻഡ്സ് ടൈമർ ഓൺ ചെയ്യുവാണ്. നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത് ഷോൾഡർ ടാപ്പാണ്. ഷോൾഡർ ടാപ്പ് നമ്മളൊരു പ്ലാങ്ക് പൊസിഷനല്ല, ഏകദേശം ഒരു പ്ലാങ്ക് പൊസിഷനിൽ നിന്നിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. ഞാൻ ടൈമർ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഷോൾഡറിൽ, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഷോൾഡറിൽ അങ്ങനെ ടാപ്പ് ചെയ്യാം. അങ്ങനെ ഒരു 45 സെക്കൻഡ്സ്. നമ്മുടെ സർക്യൂട്ട് 1-ലെ നമ്മുടെ രണ്ടാമത്തെ എക്സസൈസ് കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്കേറ്റർ ജമ്പിങ് ആണ്. ഇത് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇത് ചെയ്യുമ്പോൾ എനിക്കൊരു ഡാൻസ് ചെയ്യുന്നൊരു ഫീലാണ് കിട്ടാറ്. നമുക്ക് അപ്പോൾ ഞാൻ 45 സെക്കൻഡ്സ് ടൈമർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ബിഗിനേഴ്സിനും അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്യാനൊക്കെ പറ്റണം. 45 സെക്കൻഡ്സ് ടൈമർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സർക്യൂട്ട് 1-ലെ മൂന്നാമത്തെ എക്സസൈസും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 എക്സസൈസുകളുണ്ട്. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് റഷ്യൻ ട്വിസ്റ്റ്, പിന്നെ ലാസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ആപ്പ് സൈക്കിളാണ്. ഞാനൊരു മാറ്റ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ 45 സെക്കൻഡ്സ് ടൈമർ വെച്ചിട്ടുണ്ട്. നമ്മളിനി റഷ്യൻ ട്വിസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ശരിക്കും ഈ ഹിറ്റിൽ ഞാൻ കൂടുതൽ കാണിച്ചത് ബിഗിനർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വേർഷനാണ്. നമുക്ക് ഈ റഷ്യൻ ട്വിസ്റ്റ് ഒക്കെ കയ്യിൽ എന്തെങ്കിലും വെയിറ്റ്സ് വെച്ചിട്ട് ചെയ്യാം. ഏറ്റവും ബിഗിനർ വേർഷനാണ്. ആദ്യമായിട്ട് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ കാലുകൾ ബാലൻസ് ചെയ്ത് നിർത്താൻ ഇച്ചിരി പാടായിരിക്കും. നിങ്ങൾ ചെയ്യാം. ചെയ്ത് എന്താ പറയുക, അതൊക്കെ ഗ്രാജുവലി വരും. നമ്മുടെ റഷ്യൻ ട്വിസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ സർക്യൂട്ട് 1-ലെ ലാസ്റ്റ് എക്സസൈസ് ആപ്പ് ബൈക്ക് അല്ലെങ്കിൽ ആപ്പ് സൈക്കിൾ എന്നൊക്കെ പറയും, പല പേരുകളുണ്ടായിരുന്നു. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സസൈസ് കൂടിയാണ്. ഞാൻ വീണ്ടും 45 സെക്കൻഡ്സ് ടൈമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ശരിക്കും എന്താ പറയുക, വയർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് 1-ലെ 5 എക്സസൈസുകളും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് 1-ലെ 5 എക്സസൈസുകളും കഴിഞ്ഞിട്ടുണ്ട്. ഈ 5 എക്സസൈസുകൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു നന്നായിട്ട് ബോഡിയൊക്കെ ഒന്ന് ഹീറ്റാവും, നല്ലൊരു എന്താ പറയുക, മൊത്തത്തിലൊരു എക്സസൈസ് ചെയ്ത ഫീൽ കിട്ടും. ഞാൻ വീണ്ടും പറയണോ, ഇത് ജസ്റ്റ് 7 മിനിറ്റത്തെ എക്സസൈസ് നമ്മൾ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് 1 കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞില്ലേ, ഇത് കഴിഞ്ഞൊരു 1 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഈ സർക്യൂട്ട് റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ 2 എക്സസൈസ് വേണ്ട, ജസ്റ്റ് സർക്യൂട്ട് മാത്രം. ഞാൻ ഈ സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ വാമപ്പ് ചെയ്ത എക്സസൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കാം. അപ്പോൾ നിങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങളിപ്പോൾ ബിഗിനറാണ്, എക്സസൈസ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എക്സസൈസ് തുടങ്ങുമ്പോഴത്തേക്ക് നന്നായിട്ട് ബോഡി പെയിൻ തുടങ്ങും. അപ്പോൾ എക്സസൈസ് പിന്നെ പിറ്റേ ദിവസം സ്കിപ്പ് ചെയ്യരുത് ബോഡി പെയിൻ എന്നും പറഞ്ഞ്. നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് കഴിയുമ്പോൾ ബോഡി സ്ട്രെച്ച് ചെയ്യാൻ മറക്കരുത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യുന്നതും കാര്യമാണ്. നിങ്ങളത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ട്രെച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ പണ്ട് ഒട്ടും സ്ട്രെച്ച് ചെയ്യില്ലായിരുന്നു. ഓരോ ദിവസം അത് ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ലെഗ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒരു ദിവസം എല്ലാ വീഡിയോസിലും ഞാനും കാണുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് സ്ട്രെച്ച് ചെയ്യണമെന്ന്. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ അത്രയും എഫക്റ്റ് തോന്നത്തില്ല, എന്തിനും സ്ട്രെച്ച് ചെയ്യണമെന്നുള്ളൊരു ഫീലിങ്ങാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ട്രൈ ചെയ്തു. കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് ലെഗ് ഡേ കഴിഞ്ഞിട്ട് സ്ട്രെച്ച് എക്സസൈസ് ചെയ്തു. എനിക്ക് സാധാരണ ലെഗ് ഡേ കഴിഞ്ഞ് പിറ്റൊക്കെ ഇതാകുമ്പോഴേക്കും ഭയങ്കര വേദനയാണ്. ആ കാലുവേദന ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി സ്ട്രെച്ചിങ് കൊണ്ട് ഗുണമുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 7 എക്സസൈസും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ട്രെച്ചിങ് ചെയ്യണം. സ്ട്രെച്ചിങ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഞാൻ സ്ട്രെച്ചിങ്ങിൻ്റെ വേറൊരു വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ എക്സസൈസ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.